ചൂടായ ദോശക്കല്ലിലേക്ക് ഇതുപോലെ മാവ് വെച്ച് കൈകൊണ്ട് പരത്തിയെടുക്കുന്ന നല്ല ചൂട് ഒറോട്ടിയും ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചുട്ടരച്ച ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല 4 മണി ചായയുടെ കൂടെ കഴിക്കാനും പറ്റിയ നല്ലൊരു പലഹാരമാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ഒറോട്ടിയും ഉള്ളിച്ചമ്മന്തിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഒറോട്ടി ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന നൈസ് അരിപ്പൊടിയാണ് എടുക്കേണ്ടത്, പുട്ടുപൊടി എടുക്കാൻ പാടില്ല. ഇനി അരിപ്പൊടിയിലേക്ക് ചേർക്കാനായി ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ സവാള ചെറുതായി കൊത്തി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ചിരവിയത് കൂടി എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, അത്രയും ഒറോട്ടിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 10-15 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. മാവിന്റെ ഒരു പരുവം എന്ന് പറയുന്നത് നമ്മൾ പക്കാവടയും ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള അത്ര ഒരു ലൂസായിരിക്കണം. ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോവാനും പാടില്ല. ആവശ്യാനുസരണം വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമ്മൾ കറക്റ്റ് പാകത്തിന് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ മാവ് കറക്റ്റ് ഒറോട്ടിക്കുള്ള ഒരു പാകമായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സ്പൂണ് മാറ്റിയിട്ട് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിനാണ് ഒറോട്ടിക്കുള്ള മാവ് വേണ്ടത്. ചൂടായ ദോശക്കല്ലിലേക്ക് നമ്മൾക്ക് എണ്ണ തടവി കൊടുക്കാം. എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒന്ന് തടവി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾക്ക് കൈ ആ വെള്ളത്തിലേക്കൊന്ന് മുക്കാം. അതിനുശേഷം ഒറോട്ടി മാവിൽ നിന്നും ഒരു ഉരുള നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തത്. ഇനി ആ മാവ് ചൂടായ ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾക്കിതൊന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ കൈ വെള്ളത്തിൽ നനച്ചത് കൊണ്ട് തന്നെ ഇത് കൈയിലേക്ക് ഒട്ടിപ്പിടിക്കില്ല, നമ്മൾക്ക് നന്നായി പരത്തിയെടുക്കാനും പറ്റും. ഇതുപോലെ വട്ടത്തിലൊന്ന് നന്നായി പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമ്മൾക്ക് ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഒരു ഭാഗം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി 3 മിനിറ്റ് നമ്മൾക്ക് മറുഭാഗം കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഒറോട്ടി നമ്മൾക്ക് ദോശക്കല്ലിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾക്ക് ചുട്ടെടുക്കാം. ഒറോട്ടിയെല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾക്ക് ചുട്ടരച്ച ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം.
അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 10 വറ്റൽമുളക് ചേർത്ത് നന്നായി ഒന്ന് നമ്മൾക്ക് വറുത്തെടുക്കണം. ഇപ്പോൾ മുളകെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോവാൻ പാടില്ല. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾക്ക് കോരി മാറ്റാം. ഇനി മുളക് വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ 20 കൊച്ചുള്ളി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി നമ്മൾക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകുമൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമ്മൾക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. നന്നായി തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സി ജാറിലേക്ക് നമ്മൾക്ക് വറ്റൽമുളകും കൊച്ചുള്ളിയും പുളിയും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നമ്മൾക്ക് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല. ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളിയും മുളകും ഒക്കെ വഴറ്റാൻ എടുത്ത് വെച്ചിരുന്ന വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അരച്ചു കൊണ്ടുവരാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് അരച്ചെടുക്കാൻ വെള്ളം ഒന്നും യൂസ് ചെയ്യരുത്. നമ്മൾ വഴറ്റാൻ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഇതൊരു ബൗളിലേക്ക് നമ്മൾക്ക് മാറ്റാം. അരിപ്പൊടിയും തേങ്ങയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഉണ്ടെങ്കിൽ വളരെ സ്വാദിഷ്ടമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒറോട്ടിയും നല്ല ചുട്ടരച്ച ഉള്ളിച്ചമ്മന്തിയും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.